പരിശുദ്ധ ഫാത്തിഹ സൂറത്ത് എങ്ങനെ പാരായണം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പങ്കുവച്ചു. ഇനി അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കുമാണ് നമുക്ക് കടന്നു ചെല്ലേണ്ടത്. അത് ഈ റമദാൻ മുഴുവനും വിശദീകരിച്ചാലും തീരില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ചെറിയ രൂപത്തിൽ ഫാത്തിഹയുടെ അർത്ഥ ആശയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫാത്തിഹയിലെ ആദ്യത്തെ വചനം ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് ആശയങ്ങളുള്ള, അർത്ഥങ്ങളുള്ള, പുണ്യങ്ങളുള്ള ഒരു വചനമാണ് ഈ ബിസ്മി. ഇതിന് ബസ്മലത്ത് എന്ന് പറയും. മനസ്സിലാവുണ്ടോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതെല്ലാം, അതിൻ്റെ എല്ലാ പുണ്യങ്ങളും അകക്കാമ്പും മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫാത്തിഹയിൽ. അതാണല്ലോ ഉമ്മാൻ്റെ പ്രത്യേകത. ഉമ്മയിൽ നിന്നാണല്ലോ മക്കൾക്ക് കിട്ടുക. അപ്പോൾ ഫാത്തിഹ എന്നത് നമ്മുടെ നെഞ്ചിലേറ്റേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്താണ്. അതിലൊന്നാമത്തെ വചനമായ ബിസ്മി. ബിസ്മി നമ്മുടെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മുടെ കൂടെയുണ്ടാവണം. നമ്മുടെ ശാരീരിക, മാനസിക, സാമ്പത്തികമായ ഏത് പ്രയാസങ്ങൾക്കും ബിസ്മി കൊണ്ട് ഫലമുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ചെറിയ സംഭവമല്ല. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൈസർ ചക്രവർത്തി ഒരു കത്തെഴുതി. എന്താ കത്ത്? ഭയങ്കര തലവേദനയാണ്. അപ്പം അതുകൊണ്ട് ആ തലവേദന മാറാൻ ഒരു പരിഹാരം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടുത്തെ വൈദ്യന്മാരൊക്കെ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് പറഞ്ഞതാ കത്ത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൈസർ ചക്രവർത്തിക്ക് ഒരു തൊപ്പി കൊടുത്തയച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ തൊപ്പി തലയിൽ വെച്ചാൽ മൂപ്പര തലവേദന അങ്ങ് പോകും. തലയിൽ നിന്ന് ഊരിയ തലവേദന വരും. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിലെന്തുണ്ടായിരുന്നു? പറയൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനമുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുത്തുനബിയെ, ശരീരത്തിൽ വല്ലാത്തൊരു വേദനയുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? മരുന്ന് പലതും കഴിച്ചു നോക്കി ഒരാശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദന അവിടെ നീ നിന്റെ കൈവയ്ക്കണം. എന്നിട്ട് വഖുൽ, നീ പറയണം, ബിസ്മില്ലാഹ് 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 3 തവണ പറയണം. എന്നിട്ട് പറയണം വഖുൽ 7 മറാത്ത്, 7 തവണ നീ പറയണം
അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വ ഉഹാദിർ. എത്ര തവണ? 7 തവണ. അങ്ങനെ പറഞ്ഞാൽ നിന്റെ വേദന മാറുമെന്ന് മുത്ത് റസൂലുള്ളാഹി. ഈമാൻ ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോളൂ, ഈമാൻ ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോളൂ, ഫലം ഉറപ്പാണ്. ഡോക്ടറെ കാണണ്ടാന്നോ മരുന്ന് കഴിക്കണ്ടെന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. ഏതൊരു രോഗവും തരുന്നതല്ലയാണ്, ശിഫയാക്കുന്നതും. ഉറക്കപ്പറ. എന്തെങ്കിലും പേര് ഡോക്ടറാ? നമ്മുടെ അവസ്ഥ എന്താ അറിയോ? കണ്ണ് തന്ന അള്ളാഹിനെ കുറിച്ച് നമുക്ക് ചിന്തയോ അല്ലെങ്കിൽ നമ്മളവനെ കുറിച്ച് വാഴ്ത്തി പറയൊന്നുമില്ല. കണ്ണിന് ചെറിയൊരു അസുഖം വന്ന് ഏതെങ്കിലും ഡോക്ടർ മാറ്റി തന്ന അയാളെക്കുറിച്ച് നമ്മളിങ്ങനെ എന്താവും, ഭയങ്കര വലിയ വർത്തമാനം പറയും, ആ ഡോക്ടർ ഭയങ്കര സംഭവമാണെന്ന് പറയും. ഇതാണ് നമ്മൾ. എന്നാൽ ആ കണ്ണ് ഇത്രയും കാലം ഒരു കേടുമില്ലാതെ നമുക്ക് തന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളതുകൊണ്ട് നേടി. അത് തന്ന അള്ളാഹിനെ കുറിച്ച് എന്താ കഥ? പ്രിയമുള്ളവരെ, ഒരു മരുന്നും ഒരു ഡോക്ടറുമല്ല നമുക്ക് ശിഫ തരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാവുണ്ടോ നമുക്ക്? അത് അള്ളാഹ് വിധിച്ചാലേ അതുകൊണ്ട് ശിഫയാകൂ എന്നതാണ് നമ്മുടെ ഈമാൻ. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. മനസ്സിലായോ? ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, അറിയപ്പെട്ടൊരു ലേഡി ഡോക്ടറുണ്ട്. അപ്പോൾ എല്ലാവരും പറയും അവർ ഗൈനക്കോളജിസ്റ്റാണ്, അവരെ കണ്ടാൽ ഈ കുട്ടികളില്ലാത്ത പ്രശ്നത്തിന് പരിഹാരമാവാറുണ്ട്. പലർക്കും അവരെന്താക്കിയിട്ടുണ്ട്, അവരെ ചികിത്സ കൊണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ ഈ പറയുന്ന ലേഡി ഡോക്ടർക്ക് എന്തില്ല? കുട്ടികളില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഡോക്ടർക്ക് കുട്ടികളില്ല. നാട്ടിലുള്ളവർക്കൊക്കെ കുട്ടികളുണ്ടാക്കാൻ 37 മരുന്ന് പറ്റുമെങ്കിൽ എന്തേ ആ മരുന്ന് 37 പറ്റൂലേ? നമ്മൾ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഒരു ദൃഷ്ടാന്താണ്. ആ മരുന്ന് കൊണ്ടാണ് കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായും ആർക്കതുണ്ടാകണമായിരുന്നു? എന്തെങ്കിലും പറയാത്ത ഈ ഡോക്ടർക്ക് ഉണ്ടാവണ്ടേ? അവർക്ക് എത്ര വിഷമമുണ്ടാവും? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്കെ അള്ളാഹ് തീരുമാനിച്ചാൽ തന്നെ നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഏതൊരു മരുന്നും പോലെ, ഏതൊരു ചികിത്സയും പോലെ ഇതിനും എന്തുണ്ട്? ഇതിന് മറ്റെന്തിനേക്കാളും ഒരു പ്രാധാന്യം. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമാണത് എന്ന ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. അതിനേക്കാളും വലിയ മരുന്നും മന്ത്രമൊന്നും ഒരു മുഅ്മിനിൻ്റെ, വിശ്വാസിയുടെ മുമ്പിൽ ഇല്ലേ ഇല്ല. മുത്തുനബി തങ്ങൾ എന്ത് പറഞ്ഞു? തലവേദനയുണ്ടോ ആ ഭാഗത്ത്, ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് ഇത് ചൊല്ലി മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും ബിസ്മി നമ്മുടെ കൂടെയുണ്ടാവണം. ഞാൻ വിശദമായ ഒരു വിവരണത്തിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഈ ഹിയറ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടേക്ക് ചെന്നു. അങ്ങനെ അവരുമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ തരുന്ന ഈ വിഷം സുമ്മുസാ അത് നീ കഴിക്കുമോ? എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ആരോട്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അത് കഴിച്ച് നീ മരിച്ചില്ലെങ്കിൽ നീ പറയുന്ന ആശയവും ആദർശവും മതവും ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും, ഇതിൻ്റെ കൂടെ ഞങ്ങൾ കൂടും. അവർ പറഞ്ഞു ഡിമാൻഡാ. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പറഞ്ഞു, കൊണ്ടുവരും. ഏതാണ് ഈ സാധനം എന്നറിയാം? സയനൈഡാണ് ഈ പറയുന്നത്. സയനൈഡ്. എന്താ സയനൈഡിൻ്റെ പ്രത്യേകത? തോട്ടാ മതി, അപ്പം തട്ടിപ്പോവും. അത്ര പവറുള്ള വിഷം ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ കയ്യിൽ കൊടുത്തു. മഹാനവറുകൾ എന്താ ചെയ്തേ?
മഹാനവറുകൾ ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാ റബ്ബിൽ അർളി വസ്സമാ അല്ലദീ ലൈസ യദുറു മഅ ഇസ്മിഹി ദാ അർറഹ്മാനിർ റഹീം അതങ്ങ് കഴിച്ചു. ഒരു രോമത്തിന് പോലും ഒരു കോപമുണ്ടായി, ഒരു പ്രയാസം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഈമാൻ ഉറപ്പാണ്. പണ്ട് ഒരു ഉസ്താദ് വയത് പറഞ്ഞപ്പോൾ പറഞ്ഞു അത്രേ, ബിസ്മി അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് പുഴയും കിടക്കാമെന്ന്. ഇല്ലേ, കേട്ടില്ല നിങ്ങളത്? അങ്ങനെ വയത് കഴിഞ്ഞ് അന്ന് സദസ്സിലുള്ള ഒരാളുടെ വീട്ടിലത്രേ ഭക്ഷണം. അങ്ങനെ രാത്രി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു പുഴ കടന്ന് പോകണം. പുഴയിലാണെങ്കിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുക അത്രേ. ആ വയത് കേട്ട ആൾ വേഗം ബിസ്മിയും ചൊല്ലിയിട്ട് എന്തായി, അതിൻ്റെ മുകളിൽ കൂടെ സൂപ്പറായിട്ട് നടന്നു. ഉസ്താദിൻ്റെ കാല് കൂട്ടിയിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഈമാൻ ഉറപ്പുണ്ടെങ്കിൽ എന്താവുള്ളൂ, ഈ പറഞ്ഞതൊക്കെ ഫലിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുഅ്മിനുകളെ പരിശുദ്ധ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കൊണ്ട് നടക്കണം. എന്തിലൊക്കെയാണ് നമ്മൾ ബിസ്മി ചൊല്ലേണ്ടത്? ഉണ്ണുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, വസ്ത്രം മാറ്റുമ്പോൾ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ വരെ എന്ത് വേണം? ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അത് ചൊല്ലുന്നതോടെ പിശാച് മാറി നിൽക്കും. മനസ്സിലാവുണ്ടോ? ഹദീസിലുണ്ട്, ഒരാൾ ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് അങ്ങോട്ട് കടക്കുന്നതോടുകൂടെ മറ്റു പിശാചുക്കൾ പറയും അവൻ്റെ കാര്യം സുരക്ഷിതമായി. ആരുടെ? ആ വ്യക്തിയുടെ. അതുകൊണ്ട് ഇനി നിൻ്റെ കാര്യം വെറുതെയാണ്, പോന്നോന്ന് പറയുന്ന. വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ, വീടിൻ്റെ വാതിലടക്കുമ്പോൾ അതൊക്കെ കാവലാണെന്ന് ഹദീസിലുണ്ട്. ആകയാൽ അത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പം നമ്മൾ വിചാരിച്ചെടുത്ത വിഷയങ്ങളിലേക്ക് എത്തൂല. അപ്പം ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളെപ്പോഴും ബിസ്മി നമ്മുടെ ഒരു എന്താവണം, ഒരു ജീവിതത്തിലെ അനിവാര്യമായ ഒരു മന്ത്രമായി നമ്മൾ കൊണ്ട് നടക്കണം. മനസ്സിലാവുണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞു അതിൽ 786 എന്നൊരു കണക്ക് പറയാറുണ്ട്. അത് അറബി അക്ഷരങ്ങൾക്ക് അക്കമൂല്യം കൊടുത്തുകൊണ്ടൊരു കണക്കാണ്. അലിഫ് 1, ബ 2, ജീം 3, അങ്ങനെ ഒരു കണക്ക് കൊടുക്കുമ്പോൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വാക്ക് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 19 അക്ഷരങ്ങൾക്ക് അക്കമൂല്യം കൊടുത്തു കഴിഞ്ഞ് കൂട്ടിയാൽ അത് എത്ര കിട്ടും? 786 എന്ന് കിട്ടും. അതാണ് ആ 786ൻ്റെ ഹിക്മത്ത്. അത് ഈ ആത്മീയ ചികിത്സകരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ കുറേ അക്കങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുക, അതൊക്കെ ഒരു ഭാഗമാണ്. ഏതായാലും നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. പിന്നെ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഫാത്തിഹയിൽ ഇല്ലാത്ത അക്ഷരങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആരെങ്കിലും നോക്കിയോ? മാഷാ അല്ലാഹ്, നോക്കിയവരുണ്ടപ്പോൾ? കണ്ടു കിട്ടിയോ? എത്രണ്ണ? 7 എണ്ണം. അൽഹംദുലില്ലാ. 7 അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങളിൽ നിന്ന് എന്തിലില്ലാത്തത്? ഫാത്തിഹയിൽ ഇല്ലാത്തത്. അതിന് ഉലമാക്കൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. ആ 7ഉം പ്രയാസങ്ങളുമായി, വിഷമങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും അതുകൊണ്ടാണ് ആ 7 അക്ഷരങ്ങളെയും ഒഴിവാക്കിയത് എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അതൊക്കെ ആത്മീയ ചികിത്സാ രംഗത്ത് ആ അക്ഷരങ്ങളെ കൊണ്ട് പലവിധ ചികിത്സകളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പോട്ടെ. അപ്പോൾ നമ്മൾ എന്താണ് ആയത്ത്? ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ഒന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കലും നു എന്ന് വരരുത്. പലർക്കും വരുന്ന വലിയൊരു പിഴവാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ നു എന്ന് പറയൽ. അത് കടുത്ത തെറ്റാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് ഈ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു നന്ദി വാചകമാണത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ എല്ലാവരും നമ്മളെപ്പോഴും പറയേണ്ടുന്നൊരു വാക്കിതാണ്. ഏത് സങ്കടക്കടലിലും നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുകയാണെങ്കിലും അല്ലാഹു മലക്കുകളോട് ചോദിക്കും, കുട്ടിയുടെ ആത്മാവിനെ പിടിച്ച് അള്ളാൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കൂത്രേ,
ആ കുട്ടിയുടെ വാപ്പയും ഉമ്മയും ഏത് നിലക്കാണ് പ്രതികരിച്ചത്, എന്താണ് അവരുടെ അവസ്ഥ എന്ന്. അപ്പോൾ നമ്മൾ പോയേന്നും പറഞ്ഞുള്ള നിലവിളിയാണെങ്കിൽ അതോടുകൂടി ഉള്ളതും കൂടെ പോകും. മറിച്ച് അള്ളാഹു തന്നതിനെ അള്ളാഹു തിരിച്ചെടുത്തു എന്ന ചിന്തയോടെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ, അള്ളാഹുവിൽ കൂലി ആഗ്രഹിച്ചാൽ, മലക്കുകൾ പറയും, അള്ളാഹുവേ അവർ ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്, നിന്നിൽ കൂലി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പല്ല പറയും, എങ്കിൽ മലക്കുകളെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിലൊരു മാളിക പണിയുക, അതിൻ്റെ പേര് ബൈത്തുൽ ഹംദ് എന്നെഴുതുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വിശേഷം? ആദ്യം നമ്മളെന്താ പറയാ? പറയുങ്ങൾ ഉറക്കെ പറയും, അൽഹംദുലില്ലാ. എങ്ങനെ പറയാ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതെപ്പോഴാണ് ശരിക്കും വരിക എന്നറിയോ? നമ്മൾ അൽഹംദുലില്ലാ എന്ന് വരിക നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ്. അല്ലേ? ഒരു വിരലില്ലാത്ത ആൾ, ഒരു കൈയില്ലാത്ത ആളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? അയാൾക്ക് സങ്കടം വരുമോ? സങ്കടം വരുമോ? സമാധാനം വരുമോ? എന്തെങ്കിലും മിണ്ടാത്തേ? സമാധാനം വരും. എനിക്കൊരു വിരലല്ലേ പോയിട്ടുള്ളൂ, അയാൾക്ക് കൈ പോലും ഇല്ലല്ലോ. അൽഹംദുലില്ലാ. മുനിങ്ങളെ, നമ്മളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്. അതേതാണ്? ഉറക്കെ പറയും, അൽഹംദുലില്ലാഹ്. പൊന്നു മുഅ്മിനീങ്ങളെ, അതേറ്റവും വലിയ നന്ദി പ്രകടനമാണ്. അല്ലാഹ് എന്തേ പറഞ്ഞ്? ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അധികമാക്കി തരും. ഏറ്റവും വലിയ നന്ദി എന്താണ്? ഏറ്റവും വലിയ നന്ദി എന്താണ്? അൽഹംദുലില്ലാ. അതാണ് ഏറ്റവും വലിയ നന്ദി. നോക്കൂ, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാൾ പ്രയാസമുള്ള ആരെ കണ്ടാലും, അത് ആരോഗ്യം കൊണ്ട് നമ്മളെക്കാൾ പ്രയാസമുള്ളവരാവട്ടെ, സമ്പത്ത് കൊണ്ട് പ്രയാസമുള്ളവരാവട്ടെ, ജോലി കൊണ്ടാവട്ടെ, വരുമാനം കൊണ്ടാവട്ടെ, മക്കളെ കൊണ്ടാവട്ടെ, എന്തുകൊണ്ടാണെങ്കിലും നമ്മളെക്കാൾ പ്രയാസമുള്ളവരെ കണ്ടാൽ നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്. എൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്നാണ് ആ വലിയ പ്രാർത്ഥന. ഇനി അതറിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലെന്ത് പറയണം? അപ്പോൾ ഒരു വികലാംഗനായ ഒരാളെ കണ്ടു, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തൊരാളെ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടു, നമ്മുടെ നാവിൽ ആദ്യം മനസ്സിൽ വരണം, അത് അയാൾ കേൾക്കാതെ നമ്മൾ പറയണം. എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. എന്താണ് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. എല്ലാ സ്തുതിയും ആർക്കാണ്? അല്ലാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ അല്ല, പിന്നെ റബ്ബിൽ ആലമീൻ. ഈ അക്ഷരങ്ങൾക്ക് ശംസിയ, ഖമരിയ എന്ന് പറയുന്ന രണ്ട് നിയമങ്ങളുണ്ട്. ശംസിയ, ഖമരിയ. എന്താ ശംസിയ എന്ന് പറഞ്ഞാൽ? നമുക്ക് സൂര്യനെ ഉച്ചക്ക് നോക്കിയാൽ കാണുമോ? സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അങ്ങനെ നോക്കിയാൽ കാണോ ഇല്ലേ? നിങ്ങൾ പറയും, കാണൂല. ചന്ദ്രനാണെങ്കിലോ 14-ാം രാവിൽ നിൽക്കുന്ന ചന്ദ്രനെ കാണാൻ പറ്റൂല്ലേ? പറ, കാണാം. എന്ന പോലെ ഈ അൽ എന്ന് പറയുന്ന അല്ലിന് ശേഷം വരുന്ന അക്ഷരത്തെ വ്യക്തമാകുമെങ്കിൽ, ഈ അല്ലിന് ശേഷം വരുന്ന അക്ഷരം, അപ്പോൾ ഈ അല്ല് വ്യക്തമാകുമെങ്കിൽ അത് ഖമരിയ. അല്ല് വ്യക്താകൂലെങ്കിലോ ശംസിയ. ഉദാഹരണമായിട്ട് ബിറബ്ബിന്നാസ്,
ഇവിടെ ബിറബ്ബ് കഴിഞ്ഞിട്ട് അൽ നാസ് എന്നാണ് എഴുതുക. എങ്ങനെ എഴുതുക? അൽ നാസ് എന്നാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും എന്താകൂല, ഈ അല്ലിനെ നമുക്ക് വ്യക്തമാകൂല. എങ്ങനെ ഓതുക? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോ ഈ അല്ലിന് ശേഷം വന്ന ഈ നൂൻ എന്ന അക്ഷരം എന്തായിരിക്കും? നിങ്ങൾ പറയും. ശംസിയയോ ഖമരിയയോ? ഒക്കെ പറയും. ശംസിയ. എന്തുകൊണ്ടാണ്? അതവിടെ വ്യക്തമായില്ല അല്ലേ? നോക്കിയേ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ബിറബ്ബിൽ ഫലഖ്. അവിടെ എന്തുണ്ട്? അല്ലുണ്ട്. ഉണ്ടോ ഇല്ലേ? ശേഷം വന്ന അക്ഷരം ഏതാണ്? ഫാ അല്ലേ? ഇവിടെ ബിറബ്ബിൽ ഫലഖ്. അപ്പൊ ഈ ഫാ എന്താ അക്ഷരമായിരിക്കും? ഏതിന്റെ ആയിരിക്കും? ഒക്കെ പറയും. മറന്നുപോയാ? ആ പേരുകൾ മറന്നുപോയ. ശംസിയ ഖമരിയ. ഇനി പറയും ഏതായിരിക്കും? ഉറക്കെ പറയും. ഖമരിയ. നേരത്തെ ശംസിയ എന്ന് പറഞ്ഞു, വ്യക്തമാവാത്തത് കൊണ്ട്. ഇവിടെ വ്യക്തമായപ്പം എന്ത് പറഞ്ഞു? ഇങ്ങനൊരു പ്രത്യേകത. 14 അക്ഷരം വീതമുണ്ട്. അത് ഇതിൽപ്പെട്ടൊരു നിയമമാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ എന്തോ ആവട്ടെ, എങ്ങനെ നമ്മൾ ഓതണം? റബ്ബിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനും. ഒരു ലോകമുള്ളൂ? അല്ല, കുറെ ലോകങ്ങളുണ്ട്. നമ്മൾ അറിയുന്നത് നമ്മൾ അറിയാത്തതുമായ കുറെ ലോകം. ഈ ലോകങ്ങളുടെയൊക്കെ പരിപാലകൻ റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, പരിപാലകൻ എന്നൊക്കെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പരിപാലകനായ അള്ളാഹുവിനാകുന്നു എന്ത്? സർവസ്തുതിയും. എല്ലാ സ്തുതിയും ആർക്കാണ്? അള്ളാഹു. ഇതാണ് നമ്മൾ കൈകെട്ടിയിട്ട് പറയുന്നത്. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫാത്തിഹ ഇങ്ങനെ ഓതിപ്പോകുന്നത്. അപ്പോ ഈ അൽഹംദു എന്ന വാക്ക് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന നന്ദിയുടെ ഏറ്റവും വലിയ പ്രകടനമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവണം. അള്ളാഹു നന്ദിയുള്ള അടിമയാക്കി തരട്ടെ. ഉറക്കെ പറയും, നന്ദിയുള്ള അടിമയാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കേൾവി, കാഴ്ച. ഇൻ അഖദല്ലാഹു സമഅക്കും വ അബ്സ്വാറക്കും വ ഖതമ അലാ ഖുലൂബിക്കും. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളൊക്കെ അള്ളാഹു പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുതരിക എന്ന് ചോദിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ചോദ്യം. ആരാ കൊണ്ടുതരിക? അല്ലാതെ വേറെ ആരുമില്ല. ഒരു ഡോക്ടർക്കും കഴിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡോക്ടർക്ക് കഴിയുന്നു? ഇല്ല. ഒരു സമ്പത്തിനും കഴിയൂല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കുക, നന്ദിയുള്ള വാക്കുകൾ പറയുക, നന്ദി പ്രകടനങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പ്രകടിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി